അതെ, നമുക്കിന്നേ പച്ചരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കിയാലോ. നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇടയ്ക്ക് ഇതുപോലെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ പച്ചരി 1 കപ്പാണ് എടുത്തേക്കുന്നത്. പച്ചരിയും അതുപോലെ കടലപ്പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറോളം കുതിർത്ത് വെക്കണം. പക്ഷേ കടലപ്പരിപ്പ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ അതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ കഴുകി വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് വേണം കേട്ടോ നമ്മളത് അരച്ചെടുക്കാനായിട്ട്. നമുക്കതേ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്തേ അടിയിൽ പിടിക്കാത്ത ഏത് പാത്രവും എടുക്കാം കേട്ടോ. അതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ വെള്ളം നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച ആ അരി ഉണ്ടല്ലോ, അതുകൂടെ നമ്മളിതിലേക്ക് അങ്ങ് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഇനി പേടിക്കണ്ട, നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കി വരുമ്പോഴേ ഇത് താനെ ഇതിലെ കട്ടകളൊക്കെ അങ്ങ് ഉടഞ്ഞു പോയിക്കോളൂ കേട്ടോ. പ്രത്യേകം പറയാണ്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ സമയത്തൊക്കെ ഇടേണ്ടത് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം 2 കപ്പ് ശർക്കര ചീവി എടുത്തതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഉരുകുന്ന വരെ ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഇടയ്ക്കൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോഴൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ ഇടയ്ക്ക് കട്ട കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ആവാതെയും കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലെ കട്ടകളൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പോളം തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പോളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്രത്തോളം നമുക്ക് ഇതിൽ കടിക്കാൻ ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കാം, കാരണം ഇതിൽ കട്ടകളൊക്കെ പോയിട്ടുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി ഇതാക്കിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇതുപോലെ വെള്ളത്തിൽ തൊട്ട് അത് കൈ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവാവൂലേ, ആ സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മളത് കഴിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കണമെന്ന് മാത്രം, കാരണം ആ പച്ചരിയുടെ രുചി കംപ്ലീറ്റ് ഇതിൽ നിന്ന് പോകണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.